Good morning, dear students. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചാപ്റ്റർ 7 ആണ്, അതായത് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൺസർവേറ്റീവ് ഡെൻറ്റിസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഓരോ ഇൻസ്ട്രുമെൻറ്റ്സും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള നോളജ്, അതായത് അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, ഓരോ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെയും യൂസും അതിൻ്റെ ഡിഫറെൻറ്റ് സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ നെയിമിങ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കുറേ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ റെഫറൻസ് കാണേണ്ടത് ശരിക്കും പഴയ പോലെ തന്നെ ഫിലിപ്സും സ്റ്റേർഡുവിൻ്റാണ് ബേസിക്കായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്. അതുപോലെ തന്നെ ഫിലിപ്സ്, സിക്രി, വിമൽ സിക്രി അല്ലെങ്കിൽ മാർസൂക്ക്, ഇതേത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്റ്റേർഡുവിൻ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഇൻസ്ട്രുമെൻറ്റേഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് പറയുന്നത് മെയിനായിട്ട് ഡോക്ടർ ജി.വി. ബ്ലാക്കിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ജി.വി. ബ്ലാക്കാണ് ഫസ്റ്റ് ആക്സെപ്റ്റബിൾ നോമൻക്ലേച്ചർ നമുക്ക് തന്നത്. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സും തന്നത് ജി.വി. ബ്ലാക്കാണ്. ആർത്തർ ഡി ബ്ലാക്ക് എന്ന് പറയുന്നൊരു ഡോക്ടർ മെനി ഇൻസ്ട്രുമെൻറ്റ്സിന് നമുക്ക് ഡെവലപ്പ് ചെയ്യും, മെനി ഇൻസ്ട്രുമെൻറ്റ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ ചാൾസ് ഇ വുഡ്ബറി, ഓക്കെ, ചാൾസ് ഇ വുഡ്ബറി, ഈ ഡോക്ടറാണ് ഈ ബ്ലാക്ക് തന്ന നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്ത് തന്നത്. ഓക്കെ, അപ്പം ചാൾസ് ഇ വുഡ്ബറിയാണ് ബ്ലാക്ക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നിക്കിനെയും കാര്യങ്ങളെയൊക്കെ നമുക്ക് ഫസ്റ്റായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജി.വി. ബ്ലാക്ക്, ആർതർ ഡി ബ്ലാക്ക്, ചാൾസ് ഇ വുഡ്ബറി. ജി.വി. ബ്ലാക്കിനെ കുറിച്ച് പറയുമ്പോൾ ജി.വി. ബ്ലാക്കാണ് നമുക്ക് ഫസ്റ്റ് ആക്സെപ്റ്റബിൾ നോമൻക്ലേച്ചറും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സും തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ആദ്യമായിട്ടും കട്ടിംഗ് ആയിട്ടും നോൺ കട്ടിംഗ് ആയിട്ടുള്ള രണ്ട് സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷനാണ്, അതായത് കാറ്റഗറൈസേഷനാണ് ജി.വി. ബ്ലാക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കട്ടിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ അഗെയിൻ 2-3 കാറ്റഗറീസിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്കവേറ്റേഴ്സ്, ചിസൽസ്, അതുപോലെ തന്നെ അതർ കട്ടിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന രീതിക്ക്. ഓക്കെ, എക്സ്കവേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 4 ഉണ്ട്. ഓർഡിനറി ഹാച്ചറ്റ്, ഹോ, ആംഗിൾ ഫോമർ, സ്പൂൺസ്. ചിസൽ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആവാം, കർവ്ഡ് ആവാം, ബിൻ ആംഗിൾഡ് ആവാം. അതുകൂടാതെ ഇനാമൽ ഹാച്ചറ്റും GMTയും ആവാം. അതർ കട്ടിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെയാണ് നൈഫ്സ്, കാവേഴ്സ്, ഫയൽസ്, സ്കെയിലേഴ്സ്, അങ്ങനെയുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ കട്ടിംഗ് ആണ് ഇതൊക്കെ. ഇനി നോൺ കട്ടിംഗ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നോൺ കട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അമാൽഗം, കണ്ടൻസർ, മിറർ, എക്സ്പ്ലോറർ, പ്രോബ്, അങ്ങനെയുള്ളതൊക്കെയാണ് നോൺ കട്ടിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ജി.വി. ബ്ലാക്കിൻ്റെ ക്ലാസിഫിക്കേഷനാണ് കട്ടിംഗ് ആൻഡ് നോൺ കട്ടിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ജി.വി. ബ്ലാക്കിന് ശേഷം ചർബനാവു ആണ് അടുത്ത ക്ലാസിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. അത് 6 കാറ്റഗറീസിലായിട്ടാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് അതിൻ്റെ യൂസിനനുസരിച്ചിട്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു യൂസ്. അപ്പോൾ ആദ്യത്തെ കട്ടിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സും ഉണ്ട്, റോട്ടറി ഇൻസ്ട്രുമെൻറ്റ്സും ഉണ്ട്. ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹാച്ചറ്റ്, ചിസൽ, ഹോ, എക്സ്കവേറ്റേഴ്സ് ആൻഡ് അതേഴ്സ്. അതുപോലെ തന്നെ റോട്ടറിയിൽ വരുന്നതാണ് ബേഴ്സ്, സ്റ്റോൺസ്, ഡിസ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി കണ്ടൻസിങ് ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്ലഗേഴ്സ് ഉണ്ട്. അത് ഹാൻഡ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി പ്ലാസ്റ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് സ്പാച്ചുലാസ്, കാർവേഴ്സ്, ബേർണിഷേഴ്സ്, പാക്കിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, എക്സെട്ര. 4th കാറ്റഗറിയാണ് ഫിനിഷിംഗ് ആൻഡ് പോളിഷിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ അതിൽ ഹാൻഡും ഉണ്ട്, റോട്ടറി ഇൻസ്ട്രുമെൻറ്റ്സും ഉണ്ട്. ബൈ ഹാൻഡ് ചെയ്യുമ്പോൾ ഓറഞ്ച് വുഡ് സ്റ്റിക്സ് അല്ലെങ്കിൽ പോളിഷിംഗ് പോയിൻറ്റ്സ് ആൻഡ് ഫിനിഷിംഗ് സ്ട്രിപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ റോട്ടറിയിൽ വെച്ച് ചെയ്യുമ്പോൾ ബേഴ്സ് ആണ് കോമൺലി യൂസ് ചെയ്യുക. അതായത് ഫിനിഷിംഗ് ബേഴ്സ്, മൗണ്ടഡ് ബ്രഷസ്, മൗണ്ടഡ് സ്റ്റോൺസ്, റബ്ബർ കപ്പ്, ഇംപ്രഗ്നേറ്റഡ് ഡിസ്ക് ആൻഡ് വീൽ. 5th കാറ്റഗറിയാണ് ഐസൊലേഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്. ഐസൊലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ റബ്ബർ ഡാം ഫ്രെയിം, ക്ലാമ്പ്, ഫോർസെപ്സ്, പഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റബ്ബർ ഡാം റിലേറ്റഡായിട്ട് വന്നു. റബ്ബർ ഡാം കൂടാതെ വേറെയുള്ള ഐസൊലേഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് സലൈവ എജക്ടർ, കോട്ടൺ റോൾ ഹോൾഡർ, ഇവാക്വേറ്റിംഗ് ടിപ്പ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാറ്റഗറിയാണ് മിസലേനിയസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ മൗത്ത് മിറർ, എക്സ്പ്ലോറർ, പ്രോബ്, അങ്ങനെ ഈ കാറ്റഗറീസിലൊന്നും പെടാത്ത ബാക്കി കിടക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സിനെല്ലാം നമ്മൾ മിസലേനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെ കൊടുത്തിൻ്റെ പിക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക് കാണാം, ഒരു ബ്രഷ് കാണാം, അതുപോലെ തന്നെ ഷോഫോർഡ് ബേഴ്സ്, അതായത് പോളിഷിംഗ് കിറ്റ് കാണാം, പോളിഷിംഗ് ബേഴ്സ് ആണ് അതൊക്കെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാം, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ നോമൻക്ലേച്ചർ, അതായത് അതിൻ്റെ നെയിമിങ്, ഓരോ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഡെൻറ്റിസ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഫോർമുല എന്താണ്, അതിൻ്റെ ഡിസൈൻ, എങ്ങനെയുള്ള ഡിസൈനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ എന്തൊക്കെയാണെന്നാണ് അറിയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോമൻക്ലേച്ചറിലേക്ക് കടക്കാം. ഇൻസ്ട്രുമെൻറ്റ് നോമൻക്ലേച്ചറിനെ കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് ജി.വി. ബ്ലാക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന 4 കാര്യങ്ങളാണ് ഒരു നെയിമിൽ ഉണ്ടാവുക. അതായത് ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് എഴുതണമെങ്കിൽ 4 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓർഡർ, സബ് ഓർഡർ, ക്ലാസ്, സബ് ക്ലാസ്. ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. ഓക്കെ, ഓർഡർ, സബ് ഓർഡർ, ക്ലാസ്, സബ് ക്ലാസ്. അപ്പം ഈ സബ് ക്ലാസ്സിന് നമ്മൾ ആംഗിൾ എന്നും കൂടി പറയാറുണ്ട്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർപ്പസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റിനെയാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് എക്സ്കവേറ്റർ ആണോ, സ്കെയിലർ ആണോ, എന്താണ് മെയിൻ പർപ്പസ് എന്നുള്ളതാണ് ഓർഡർ.
സബോർഡർ എന്ന് പറയുമ്പോൾ മാനർ അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് യൂസ്. ഓക്കെ, പൊസിഷൻ അല്ലെങ്കിൽ മാനർ ഓഫ് ദി യൂസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്, അതായത് പുഷ് ആയിട്ടാണോ പുൾ മാനറിലാണോ പുഷ് മാനറിലാണോ യൂസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ട്. ക്ലാസ് എന്ന് പറയുമ്പോൾ ഫോം ഓഫ് ദ ബ്ലേഡ് ആണ്. ഓക്കെ, ഫോം ഓഫ് ദ ബ്ലേഡ്, അത് ഹാച്ചറ്റ് ആവാം, ചിസൽ ആവാം, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസിൻ്റെ നമുക്ക് ഓരോ തരത്തിലുള്ള ബ്ലേഡ്സ് വെച്ച് കാറ്റഗറൈസ് ചെയ്യാം. അതുപോലെ തന്നെ ആംഗിൾ അല്ലെങ്കിൽ സബ് ക്ലാസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആംഗിൾസ് ഇൻ ദ ഷാങ്ക് ആണ്. ഓക്കെ, ആംഗിൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സബ് ക്ലാസ്. അതിൽ ആംഗിൾസ്, നമ്പർ ഓഫ് ആംഗിൾസ് ഇൻ ദ ഷാങ്ക് അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ദ ഷാങ്ക്, അതിനാണ് നോട്ടിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡർ, സബ് ഓർഡർ, ക്ലാസ്, സബ് ക്ലാസ്. സബ് ക്ലാസ്സിനാണ് നമ്മൾ ആംഗിൾ എന്നും കൂടി പറയുന്നത്. എക്സാമ്പിൾ 1 മോണോ ആംഗിൾ, 2 ബിൻ ആംഗിൾ, അങ്ങനെയൊക്കെയാണ് ഈ സബ് ക്ലാസ്. അപ്പോൾ നമ്മളൊരു നെയിം, ഒരു എക്സാമ്പിളായിട്ടൊരു പേര് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിൻ ആംഗിൾ ഹാച്ചറ്റ് പുഷ് എക്സ്കവേറ്റർ. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അതായത് സബ് ക്ലാസ്, ക്ലാസ്, സബ് ഓർഡർ, ഓർഡർ തലതിരിച്ച രീതിയിലാണ് നമ്മൾ പേര് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏറ്റവും അവസാനമാണ് ഈ ഓർഡർ വരുന്നത്. അടുത്തായിട്ട് ഇൻസ്ട്രുമെൻറ്റ് ഫോർമുലയിലേക്ക് കടക്കാം. ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർമുല എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, 3 മെഷർമെൻറ്റ്സ് ആയിട്ട്. ഓക്കെ, അതെല്ലാം മെട്രിക് സിസ്റ്റത്തിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 മെഷർമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഒന്ന് വിഡ്ത്ത് ഓഫ് ദ ബ്ലേഡ് ഇൻ 1/10 ഓഫ് ദ millimeter. ഓക്കെ, വിഡ്ത്ത് ഓഫ് ദ ബ്ലേഡ് ഇൻ 1/10 ഓഫ് millimeter. 2 പ്രൈമറി കട്ടിംഗ് എഡ്ജ് ആംഗിൾ, അതായത് മെഷേർഡ് ഫ്രം ലൈൻ പാരലൽ ടു ലോങ് ആക്സിസ് ഓഫ് ദ ഹാൻഡിലായിരിക്കണം. ഓക്കെ, അപ്പോൾ പ്രൈമറി കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആണ് വിഡ്ത്ത്, ആംഗിൾ രണ്ടാമത്. ഓക്കെ, അത് ക്ലോക്ക് സെൻറ്റിഗ്രേഡ് പെർസെൻറ്റേജ് ഓഫ് 3600 എന്നുള്ള രീതിക്കാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇഫ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു ബ്ലേഡ് ദിസ് നമ്പർ ഈസ് ഒമിറ്റഡ്. എഡ്ജ് ഏറ്റവും പെർപെൻഡിക്കുലർ ടു ദ ബ്ലേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ഫോർമുല ഫസ്റ്റ് 2 നമ്പേഴ്സ് എന്തിനാണ് നോട്ടിഫൈ ചെയ്യുന്നത്? ഒന്ന് വിഡ്ത്ത് ഓഫ് ദ ബ്ലേഡ് എന്ന് പറയുന്നത് 1/10 ഓഫ് mm ആണ്. അതുപോലെ തന്നെ പ്രൈമറി കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത് സെക്കൻഡ് ഫീച്ചറാണ്. തേർഡ് കാറ്റഗറിയാണ് ബ്ലേഡിൻ്റെ ലെങ്ത്ത്, അത് mm-ലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോർത്ത് വണ്ണാണ് ബ്ലേഡിൻ്റെ ആംഗിൾ, അതായത് റിലേറ്റഡ് ടു ദ ലോങ് ആക്സിസ് ഓഫ് ദ ഹാൻഡിൽ. ഓക്കെ, അപ്പം ഈ 4 കാര്യങ്ങളാണ് നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് ഫോർമുലയിൽ യൂസ് ചെയ്യുന്നത്. സം ഇൻസ്റ്റൻസിൽ നമ്മൾ അഡീഷണൽ നമ്പർ ഓഫ് ദ ഹാൻഡിൽ, ഓക്കെ, അതായത് മാനുഫാക്ചറേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറും കൂടി ആഡ് ചെയ്യാറുണ്ട് ടു അസസ് ദ മാനുഫാക്ചറർ ഇൻ കാറ്റലോഗിങ് ആൻഡ് ഓർഡറിങ്. അപ്പം ബ്ലേഡ് ലെങ്ത്ത്, ബ്ലേഡ് ആംഗിൾ, ബ്ലേഡ് വിഡ്ത്ത്, കട്ടിംഗ് എഡ്ജ് ആംഗിൾ, ഈ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പാറ്റേണിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലേഡ് ആംഗിൾ, ബ്ലേഡ് ലെങ്ത്ത്, കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആൻഡ് ബ്ലേഡ് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ 1, 2, 3, 4 എന്നുള്ള 4 കാര്യങ്ങളാണ് നമുക്കിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം 1 എന്ന് പറഞ്ഞാൽ വിഡ്ത്താണ്, അത് mm-ൽ മെഷർ ചെയ്യും. അതുപോലെ 3 എന്ന് പറയുമ്പോൾ ബ്ലേഡിൻ്റെ ലെങ്ത്താണ്. ഓക്കെ, വിഡ്ത്തും ലെങ്ത്തുമാണ് 1ഉം 3ഉം. 2ഉം 4 എന്ന് പറയുന്നത് രണ്ടും ആംഗുലേഷൻസ് ആണ് അല്ലെങ്കിൽ ആംഗിൾസ് ആണ്. 2 എന്ന് പറയുന്നത് കട്ടിംഗ് എഡ്ജ് ആംഗിളും 4 എന്ന് പറയുന്നത് ബ്ലേഡ് ആംഗിളുമാണ്. അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങളത് ശരിക്കും എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി കട്ടിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ബെവൽസിനെ കുറിച്ച് നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ് ദ ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് അതായത് സിംഗിൾ ബെവൽ ആയിരിക്കും. ഓക്കെ, എൻഡ് ഓഫ് ദ ബ്ലേഡ് എങ്ങനെയാണ്? ഫോംസ് പ്രൈമറി കട്ടിംഗ് എഡ്ജ്. അപ്പോൾ പ്രൈമറി കട്ടിംഗ് എഡ്ജുള്ള ഒറ്റൊരെണ്ണമുള്ള സിംഗിൾ ബെവലുള്ളതാണ് മോസ്റ്റ് ഓഫ് ദ ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി 2 അഡീഷണൽ എഡ്ജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് സെക്കൻഡറി കട്ടിംഗ് എഡ്ജസ് ഉള്ളതാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഫ്രം പ്രൈമറി കട്ടിംഗ് എഡ്ജ് അല്ലെങ്കിൽ പ്രൈമറി എഡ്ജിൽ നിന്നായിരിക്കും ഫോർ ലെങ്ത് ഓഫ് ദ ബ്ലേഡ്. ഇനി ബൈ ബെവൽഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, അതായത് എക്സാമ്പിൾസ് ഓഫ് ബൈ ബെവൽഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ 2 കട്ടിംഗ് എഡ്ജിൽ നിന്നാണ് ബൈ ബെവൽഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഓർഡിനറി ഹാച്ചറ്റ്സ്, അതായത് 2 ബെവൽസ് ദാറ്റ് ഫോം കട്ടിംഗ് എഡ്ജ്. ഓക്കെ, പിക്ചറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പ്രൈമറി കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ ബ്ലേഡ് ആണ്. ഓക്കെ, സെക്കൻഡറി കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത് അത് കട്ടിംഗ് എഡ്ജ്, പ്രൈമറി കട്ടിംഗ് എഡ്ജിൽ നിന്നുണ്ടാവുന്ന ഒരു സൈഡ്സ്. ഓക്കെ, അതിനെയാണ് നമ്മൾ സെക്കൻഡറി കട്ടിംഗ് എഡ്ജസ് എന്ന് പറയുന്നത്. സ്പൂൺ എക്സ്കവേറ്റേഴ്സും ജിഞ്ചേബിൾ മാലുലൻ ട്രിമ്മേഴ്സും ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്ക്രേപ്പിംഗ് അല്ലെങ്കിൽ ലാറ്ററൽ കട്ടിംഗ് മോഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും ഇവയ്ക്കൊക്കെ നമുക്ക് സെക്കൻഡറി കട്ടിംഗ് എഡ്ജസ് ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനാമൽ ഹാച്ചറ്റ്സ് പ്ലെയിനിങ്ങിനും ഡയറക്റ്റ് കട്ടിംഗ് മോഷനിലാണ് യൂസ് ചെയ്യുക, ആസ് വെൽ ആസ് ലാറ്ററൽ കട്ടിംഗ് മോഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് യൂസസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നീക്സിൻ്റെ വേറെ ഇൻസ്ട്രുമെൻറ്റ്സിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സച്ച് സിംഗിൾ ബെവൽ ഡിസൈൻസ് ഉണ്ടാവും. അത് ഇൻസ്ട്രുമെൻറ്റ്സ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ പെയർസ്. ഓക്കെ, അങ്ങനെ സിംഗിൾ ബെവൽ ഡിസൈൻസ് ഉണ്ടാവുന്ന കേസസിൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ത് ചെയ്യണം? 2 ആയിട്ടാണ്, അതായത് പെയർ ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഹാവിങ് ദ ബെവൽസ് ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ ബ്ലേഡ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ ബ്ലേഡിൽ ബെവൽ ഉണ്ടാകുന്ന രീതിക്കാണ് ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ബെവൽ അങ്ങനെയാണ്. ഓക്കെ, അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റർ R അല്ലെങ്കിൽ L ഇൻസ്ട്രുമെൻറ്റ് ഫോർമുലയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വെദർ ദ ഇൻസ്ട്രുമെൻറ്റ് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി കട്ടിംഗ് എഡ്ജ് നമ്മൾ ഹെൽഡ് ഡൗൺ ചെയ്യുക ആൻഡ് പോയിൻറ്റിങ് എവേ. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുമ്പം ഇഫ് ദ ബെവൽ അപ്പിയേഴ്സ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്ലേഡ്, ഓക്കെ, റൈറ്റ് സൈഡ് ഓഫ് ദ ബ്ലേഡിലാണ് നമ്മൾ ബെവൽ കാണുന്നതെങ്കിൽ റൈറ്റ് ഇൻസ്ട്രുമെൻറ്റും, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബെവൽ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഇൻസ്ട്രുമെൻറ്റും ആയിരിക്കും. ഓക്കെ, വെൻ യൂസ്ഡ് ഇൻ സ്ക്രേപ്പിംഗ് മോഷൻ, ഓക്കെ, ദിസ് ഇസ് മൂവ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്.
ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ സ്ക്രേപ്പിംഗ് മോഷനിൽ യൂസ് ചെയ്യുമ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് യൂസ് ചെയ്യുക റൈറ്റ് ഇൻസ്ട്രുമെൻറ്റിന്. ഓക്കെ, സെയിം ഓപ്പോസിറ്റ് ആയിരിക്കും ലെഫ്റ്റ് സൈഡ് ഇൻസ്ട്രുമെൻറ്റിന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിംഗിൾ അല്ലെങ്കിൽ മോണോ ബിവൽഡ് അല്ലെങ്കിൽ സിംഗിൾ ബിവൽഡ് ഡിസൈൻസ്. ഇനി ഇതുപോലെ തന്നെ ബൈ ബിവൽഡ് അല്ലെങ്കിൽ ഡബിൾ എൻഡഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ ബൈ ബിവൽഡ് എന്ന് പറയുക. അവ അവൈലബിൾ ആയിട്ടുള്ള ബ്ലേഡ്സ് ആൻഡ് ഷാങ്സ് ഓൺ ബോത്ത് എൻഡ്സ് ഓഫ് ദ ഹാൻഡിൽ. ഓക്കെ, അതാണ് ഡബിൾ എൻഡഡ് എന്ന് പറയുക. ഇൻ മിക്ക കേസസിൽ നമ്മൾ റൈറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ദ പെയർ എന്ന് പറയുന്നത് വൺ എൻഡ് ഓഫ് ദ ഹാൻഡിലും ലെഫ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് പറയുന്നത് ഇൻ ദ അതർ എൻഡ് ആയിരിക്കും. ഓക്കെ, സോ സിമിലർലി സംടൈംസ് ബ്ലേഡ്സ് ഓഫ് ഡിഫറെൻറ്റ് വിഡ്ത്തും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും ഓൺ ദ ഡബിൾ എൻഡഡ് ഇൻസ്ട്രുമെൻറ്റ്. സിംഗിൾ എൻഡഡ് ഇൻസ്ട്രുമെൻറ്റ്സ് സേഫർ ആയിരിക്കും യൂസ് ചെയ്യാനായിട്ട്, പക്ഷേ ഡബിൾ എൻഡഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ മോർ എഫിഷ്യൻറ്റ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ദേ റെഡ്യൂസ് ദ ഇൻസ്ട്രുമെൻറ്റ് എക്സ്ചേഞ്ച്. ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മൾ കട്ടിംഗ് എഡ്ജ് ഉണ്ടാകുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവും. ആ കട്ടിംഗ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ഹാൻഡിലായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളതാണ് ബിൻ ആംഗിൾ ചിസൽ. ഓക്കെ, അവയ്ക്ക് എന്താണ് സ്പെഷ്യാലിറ്റി? സ്ലൈറ്റ് ബ്ലേഡ് കർവേച്ചർ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ളത് ബിൻ ആംഗിൾ ചിസൽ വിത്ത് സ്ലൈറ്റ് ബ്ലേഡ് കർവേച്ചർ ആയിരിക്കും. അതിനെയാണ് വെഡസ്റ്റലറ്റ് ചിസൽ എക്സാമ്പിളായിട്ടാണ് പറയുന്നത് കേട്ടോ, അങ്ങനെ പറയുക. അതുപോലെ തന്നെ ഹോസ് ഉണ്ടാവും. ഹോസ് എല്ലാം സിംഗിൾ ബെവൽഡ് ആണ്. ഓക്കെ, അതിന് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എന്നല്ല ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, അതിന് മീസിയൽ അല്ലെങ്കിൽ ഡിസ്റ്റൽ ബെവലുകൾ അങ്ങനെയായിട്ടാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇനി വെൻ വൺ ഒബ്സർവ്സ് ദ ഇൻസൈഡ് ഓഫ് ദ ബ്ലേഡ് കർവേച്ചർ. ഓക്കെ, നമ്മൾ ബ്ലേഡ് കർവേച്ചർ ഇൻസൈഡ് ഓഫ് ദ ബ്ലേഡ് കർവേച്ചർ നോക്കുകയാണെന്നില്ല, ഓർ ഇൻസൈഡ് ഓഫ് ദ ആംഗിൾ. ഓക്കെ, അതായത് ബ്ലേഡിൻ്റെയും ഷാങ്കിൻ്റെ ഇടയ്ക്കുള്ള ആ ആംഗിൾ നമ്മൾ ഇൻസൈഡ് ഓഫ് ദ കർവേച്ചർ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി ബെവൽ നമുക്ക് കാണില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൽ ബെവലായിരിക്കും അത്. ഓക്കെ, അതായത് ആ ഇൻസ്ട്രുമെൻറ്റിന് ഡിസ്റ്റൽ ബെവലാണ് ഉണ്ടാവുക. കൺവേഴ്സ്ലി നമ്മൾ പ്രൈമറി ബെവൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇതേ സെയിം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പ്രൈമറി ബെവൽ കാണാമെന്നാണെങ്കിൽ അത് മീസൽ അല്ലെങ്കിൽ റിവേഴ്സ് ബെവലുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക. ഇനി ഇൻസ്ട്രുമെൻറ്റ് ഡിസൈനെ കുറിച്ച് നമുക്ക് നോക്കാം. ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, റോട്ടറി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ മിക്കപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുക, അല്ലെങ്കിൽ കാർബൺ സ്റ്റീൽ യൂസ് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ബ്ലേഡ്സ് യൂസ് ചെയ്തിരിക്കുന്ന ടങ്സ്റ്റൺ കാർബൈഡ് മെറ്റീരിയലും ആവാം. ഓക്കെ, അപ്പം മെയിനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ, കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ടങ്സ്റ്റൺ കാർബൈഡ്സ് ആണ് നമ്മൾ ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കാർബൺ സ്റ്റീലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബെറ്റർ കട്ടിംഗ് എഡ്ജാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാർബൺ സ്റ്റീൽ അത് ഏറ്റവും കൂടുതൽ കട്ടിംഗ് എഡ്ജ് ഉണ്ടാകുന്നത് കാർബൺ സ്റ്റീലിലായിരിക്കും, പിന്നെ വരുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കിയാലും കാർബൈഡ് ബ്ലേഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിരിക്കും കട്ടിങ്ങിൽ. ഓക്കെ, മോസ്റ്റ് കട്ടിങ് എഫിഷ്യൻ്റ് ആണ്, ഈവൻ ദോ ദേ ആർ ബ്രിറ്റിൽ, പക്ഷേ അത് ബ്രിറ്റിലും കൂടിയാണ്. മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് കട്ടിങ്. ഓക്കെ, അതായത് ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് നമ്മൾ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് കട്ടിംഗ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ഓൺ ദ ഫോഴ്സ്. ഓക്കെ, അതായത് ടു കോൺസെൻട്രേറ്റ് ഫോഴ്സ് ഓൺ എ വെരി തിൻ ക്രോസ് സെക്ഷൻ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് അറ്റ് ദ കട്ടിംഗ് എഡ്ജ്. അതായത് നമ്മൾ ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏറ്റവും തിൻ സെക്ഷൻ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റിലായിരിക്കണം, അതായത് അറ്റ് ദ കട്ടിംഗ് എഡ്ജ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കട്ടിംഗ് എഫിഷ്യൻസി കിട്ടുക. തിന്നർ ദ ക്രോസ് സെക്ഷൻ, മോർ ദ പ്രഷർ ദാറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ആൻഡ് മോർ എഫിഷ്യൻറ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് വിൽ ബി. കട്ടിംഗ് ഇൻസ്ട്രുമെൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് വെച്ച് നോക്കും നമ്മൾ. കട്ടിംഗ് ഇൻസ്ട്രുമെൻറ്റ് മെയിനായിട്ട് എന്തിനാണ്? ടു കട്ട് ഹാർഡ് ഓർ സോഫ്റ്റ് ടിഷ്യൂസ് ഓഫ് ദ മൗത്ത്. ഓക്കെ, മെയിനായിട്ട് അതിന് എക്സ്കവേറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ്കവേറ്റേഴ്സ് 4 ടൈപ്സിലുണ്ട്. ഓർഡിനറി ഹാച്ചറ്റ് എക്സ്കവേറ്റർ, ഹോ എക്സ്കവേറ്റർ, ആംഗിൾ ഫോമർ, സ്പൂൺ എക്സ്കവേറ്റർ. ഓക്കെ, ഹാച്ചറ്റ് എക്സ്കവേറ്റർ എന്ന് പറയുന്നത് നമ്മൾ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ബ്ലേഡ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സെയിം പ്ലെയിൻ ആസ് ദാറ്റ് ഓഫ് ദ ലോങ് ആക്സ് ഓഫ് ദ ഹാൻഡിലായിരിക്കും. അത് ബൈ ബെവൽഡും ആയിരിക്കും. ഓക്കെ, പ്രൈമറിലി യൂസ് ചെയ്യുന്നത് ആൻറ്റീരിയർ ടീത്തിനായിരിക്കും ഫോർ പ്രിപ്പയറിംഗ് റിട്ടൻറ്റീവ് ഏരിയാസ്. ഓക്കെ, അതുപോലെ തന്നെ ഷാർപ്പനിങ് ഇന്റർണൽ ലൈൻ ആംഗിൾസും പെർട്ടിക്കുലർലി ഡയറക്റ്റ് ഫില്ലിംഗ് ഗോൾഡ് റെസ്റ്റോറേഷൻ പ്രിപ്പറേഷൻസിലാണ് യൂസ് ചെയ്യുക. ഹോ എക്സ്കവേറ്റർ എന്ന് പറയുന്നത് പ്രൈമറി കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ബ്ലേഡ് അത് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ഹാൻഡിലായിരിക്കും. മെയിൻലി പ്ലാനിങ് ഓഫ് ദ ടൂത്ത് പ്രിപ്പറേഷൻ, വാൾസിനെയും അതുപോലെ തന്നെ ലൈൻ ആംഗിൾസ് ഫോം ചെയ്യാനാണ് യൂസ് ചെയ്യുക. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലാസ് 3, ക്ലാസ് 5 പ്രിപ്പറേഷൻസ് ഫോർ ഡയറക്റ്റ് ഫില്ലിംഗ് റെസ്റ്റോറേഷൻസ്. ഇനി ആംഗിൾ ഫോമർ യൂസ് ഫോർ ഷാർപ്പനിങ് ദ ലൈൻ ആംഗിൾസ് ആൻഡ് ക്രിയേറ്റിംഗ് റിട്ടൻറ്റീവ് ഫീച്ചേഴ്സ്. ഓക്കെ, റിട്ടൻറ്റീവ് ഫീച്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെൻറ്റിൻ ഇൻ പ്രിപ്പറേഷൻ ഫോർ ഗോൾഡ് റെസ്റ്റോറേഷൻസ്. മെയിൻലി പ്ലേസിംഗ് ബെവൽ ഓൺ ദ ഇനാമൽ മാർജിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മോണോ ആംഗിൾഡ് ആൻഡ് ഹാസ് എ പ്രൈമറി കട്ടിംഗ് എഡ്ജ് അറ്റ് ആൻ ആംഗിൾ ടു ദ ബ്ലേഡ്. 4-മത്തെയാണ് സ്പൂൺ എക്സ്കവേറ്റേഴ്സ്. അത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് റിമൂവിങ് കേരീസ് ആൻഡ് കാർവിംഗ് ഓഫ് ദ അമാൽഗം ഓർ ഡയറക്റ്റ് വാക്സ് പാറ്റേൺസ്. അതിൻ്റെ ബ്ലേഡ്സ് കുറച്ച് കേർവ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ കട്ടിംഗ് എഡ്ജസ് എല്ലാം either സർക്കുലർ ഡിസൈനിലോ അല്ലെങ്കിൽ ക്ലോ ലൈക്ക് ഡിസൈനിലോ ആയിരിക്കും. സർക്കുലറിനെ നമ്മൾ ഡിസ്കോയിഡ് എന്നും ക്ലോ ലൈക്കിനെ ക്ലിയോയിഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഷാങ്സ് എന്ന് പറഞ്ഞാൽ ബിൻ ആംഗിൾഡ് ആയിരിക്കും അല്ലെങ്കിൽ ട്രിപ്പിൾ ആംഗിൾഡ് ആയിരിക്കും. അത് ബെറ്റർ ആക്സസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് സ്പൂൺ എക്സ്കവേറ്റേഴ്സിൻ്റെ ഷാങ്സ് അങ്ങനെ ആംഗുലേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്, സർക്കുലറും ക്ലോ ലൈക്കും.
അടുത്തായിട്ട് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സിന് നമുക്ക് വേണ്ടപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിസൽസ് പ്രൈമറിലി കട്ടിങ് ഇനാമലിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. സ്ട്രെയിറ്റ് ചിസലുണ്ട്, സ്ട്രെയിറ്റ് ഷാങ്ക് ആയിരിക്കും, ബ്ലേഡ് വിത്ത് ബെവൽ ഓൺ വൺ സൈഡ്. ഓക്കെ, പ്രൈമറി കട്ടിങ് എഡ്ജ് എന്ന് പറയുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ദ ആക്സിസ് ഓഫ് ദ ഹാൻഡിൽ ആയിരിക്കും. അത് ഓർമ്മിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ്. പ്രൈമറി എഡ്ജ് പെർപെൻഡിക്കുലർ ദ ആക്സിസ് ഓഫ് ദ ഹാൻഡിൽ. ഷാങ്കും ബ്ലേഡും സ്ലൈറ്റ്ലി കേർവ്ഡ് ആയിരിക്കാം, അതാണ് വെഡസ്റ്റൽഡ് ഡിസൈൻ, ഓർ ബിൻ ആംഗിൾഡും ആയിരിക്കാം. പ്രൈമറി കട്ടിംഗ് എഡ്ജസ് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ഹാൻഡിൽ ആൻഡ് മേ ഈതർ ഹാവ് എ ഡിസ്റ്റൽ ബെവൽ ഓർ മീസിയൽ ബെവൽ, അതായത് റിവേഴ്സ് ആയിട്ടുള്ള ഡിസ്റ്റൽ ബെവലോ അല്ലെങ്കിൽ മീസിയൽ ബെവലോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് പ്രൈമറി എഡ്ജ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ഹാൻഡിൽ എന്നുള്ളതാണ്. അടുത്ത ഇനാമൽ ഹാച്ചറ്റ്. ഇത് ബ്ലേഡ് ലാർജർ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഹെവിയർ ആണ്, ബെവൽഡ് ഓൺലി ഓൺ വൺ സൈഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഓർഡിനറി ഹാച്ചറ്റിനേക്കാളും ഓൺലി വൺ സൈഡ് ബെവലിംഗ് ഉള്ളതാണ് ഇനാമൽ ഹാച്ചറ്റ്. കട്ടിംഗ് എഡ്ജ് ഇൻ ദ പ്ലെയിൻ പാരലൽ വിത്ത് ആക്സിസ് ഓഫ് ദ ഹാൻഡിലാണ്. നേരത്തെ പെർപെൻഡിക്കുലർ ആയിരുന്നു, ഇത് പാരലാണ്. ഓക്കെ, യൂസ് ഫോർ കട്ടിംഗ് ഇനാമൽ. ഇതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് കട്ടിംഗ് ഇനാമലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ലെഫ്റ്റും റൈറ്റും ആയിട്ടും പെയർ ആയിട്ടും അവൈലബിൾ ആണ്. യൂസ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ പ്രിപ്പറേഷൻ. അടുത്ത ഇൻസ്ട്രുമെൻ്റ് ആണ് GMT അല്ലെങ്കിൽ ജിഞ്ചൈവൽ മാർജിനൽ ട്രിമ്മർ. ഇത് പ്രോപ്പർ ബെവൽ ഓൺ ദ ജിഞ്ചൈവൽ മാർജിൻസ്, ജിഞ്ചൈവൽ ഇനാമൽ മാർജിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻലി അറ്റ് ദ പ്രോക്സിമോ ഒക്ലൂസൽ പ്രിപ്പറേഷൻസിൽ. ബ്ലേഡ് കേർവ്ഡ് ആയിരിക്കും, പ്രൈമറി കട്ടിംഗ് എഡ്ജ് അറ്റ് ആൻ ആംഗിൾ ആയിരിക്കും. റൈറ്റും ലെഫ്റ്റും ടൈപ്സും അവൈലബിൾ ആണ്, അതായത് മീസിയൽ അല്ലെങ്കിൽ ഡിസ്റ്റൽ പെയർ ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് നമ്പർ ഇൻ ദ ഫോർമുല, ഇതിൻ്റെ ഈ ഫോർമുലയിലെ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ആയിട്ടുണ്ട്, അതായത് ഡിഫറൻറ്റ് ഡിസൈൻസിന് ഡിഫറൻറ്റ് ആണ്. 90-100 പെയർ ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൽ മാർജിനൽ ജിഞ്ചൈവയ്ക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. 85-75 പെയർ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ മീസിയൽ മാർജിനൽ ജിഞ്ചൈവൽ യൂസ് ചെയ്യുക. അതായത് മീസിയൽ ആംഗുലേഷൻ കുറവും, അതായത് അക്യൂട്ടും ഒബ്റ്റ്യൂസ് ആയിട്ട് വരുന്നത് ഡിസ്റ്റലുമാണ്. ഓക്കെ, 175 പെയർ എന്ന് പറയുന്നത് ഇൻലി ഓൺലി പ്രിപ്പറേഷൻസ് വിത്ത് സ്റ്റീപ്പ് ജിഞ്ചൈവൽ ബെവൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. 90-85 പെയർ ആണെന്നുണ്ടെങ്കിൽ അമാൽഗം പ്രിപ്പറേഷൻസ് വിത്ത് ജിഞ്ചൈവൽ ഇനാമൽ ബെവൽസ്, അത് ജിഞ്ചൈവലി സ്ലൈറ്റ് ആയിട്ട് ഡിക്ലൈൻ ചെയ്യുന്ന കേസസിൽ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള 4 ആംഗുലേഷൻസിൻ്റെ പെയറാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇനി ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റൗണ്ടനിങ് അല്ലെങ്കിൽ ബെവലിംഗ് ഓഫ് ദ ആക്സിയോ പൾപ്പൽ ലൈൻ ആംഗിൾ ഓഫ് 2 സർഫസ് പ്രിപ്പറേഷൻസ്. ഇനി ഈ പെയറിൽ അക്യൂട്ട് ആംഗിളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അക്യൂട്ട് ആംഗിൾ അതായത് കട്ടിംഗ് എഡ്ജ്, എൻഡ് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് ഫാർദസ്റ്റ് ഫ്രം ദ ഷാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു അക്യൂട്ട് ആംഗിൾ ഉണ്ടാക്കും. ഓക്കെ, ഫാർദസ്റ്റ് ആണെങ്കിലും നിയറസ്റ്റ് ആണെങ്കിലും അക്യൂട്ട് ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഫാർദസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന അക്യൂട്ട് ആംഗിൾ നമ്മൾ ഡിസ്റ്റൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പറയുകയും ചെയ്യും. അതുപോലെ തന്നെ ക്ലോസസ്റ്റ് ടു ദ ഷാഫ്റ്റ് ആണ് ഈ അക്യൂട്ട് ആംഗിൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ മീസിലായിട്ടാണ് പറയുക. ഓക്കെ, സോ ഫാർദസ്റ്റും ക്ലോസസ്റ്റും, ഫാർദസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റലും, അക്യൂട്ട് അതായത് അക്യൂട്ട് ആംഗിൾ ക്ലോസസ്റ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ മീസിയലായിട്ടാണ് പറയുക. അപ്പോൾ മീസിയൽ ആണെന്നുണ്ടെങ്കിൽ മീസിയൽ ജിഞ്ചൈവൽ മാർജിൻ ബെവൽ ചെയ്യാൻ വേണ്ടിയിട്ടും, ഡിസ്റ്റൽ ആണെങ്കിൽ ഡിസ്റ്റൽ മാർജിൻ ബെവൽ ചെയ്യാനാണ് യൂസ് ചെയ്യുക. പിക്ചറിൽ കാണിച്ചിരുന്ന ലെഫ്റ്റ് കട്ടിംഗ് മീസിയൽ ജിഞ്ചൈവൽ മാർജിനൽ ട്രിമ്മർ, അതുപോലെ തന്നെ ലെഫ്റ്റ് കട്ടിംഗ് ഡിസ്റ്റൽ ജിഞ്ചൈവൽ മാർജിനൽ ട്രിമ്മറാണ് കാണിച്ചിരിക്കുന്നത്, മീസിയലും ഡിസ്റ്റലും. ഇനി ഇവിടെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുന്നത് കാണാം. അത് യൂസ് ചെയ്തിരിക്കുന്ന പ്രോക്സിമൽ ബോക്സ് ഓഫ് ക്ലാസ് 2 പ്രിപ്പറേഷൻ വിത്ത് ഹൊറിസോണ്ടൽ സ്ട്രോക്ക് ആയിട്ടാണ്. എന്തിനാണ്? ജിഞ്ചൈവൽ വാൾ അല്ലെങ്കിൽ മാർജിൻ നമുക്ക് സ്ക്രേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വെർട്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചോപ്പിംഗ് സ്ട്രോക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടു പ്ലെയിൻ എ ഫേഷ്യൽ അല്ലെങ്കിൽ ലിംഗ്വൽ വാൾ ആൻഡ് മാർജിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ഡിഫറൻസസും കൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത ഹാൻഡ് ഇൻസ്ട്രുമെൻസിൻ്റെ ടെക്നിക്ക് അല്ലെങ്കിൽ ഹോൾഡിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ഗ്രാസ്പ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. മെയിനായിട്ട് നമ്മൾ മോഡിഫൈഡ് പെൻ ഗ്രാസ്പാണ് എല്ലായിടത്തും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതാണ് യൂസ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന മോഡിഫൈഡ് പെൻ ഗ്രാസ്പ് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത് നോക്കിയേ. നമുക്ക് ആദ്യത്തെ 2 വിരലുകൾ തം ഫിംഗറും 4 ഫിംഗറും നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതായത് മിഡിൽ ഫിംഗർ നമ്മൾ കുറച്ച് അകലെയായിട്ടാണ് ഹോൾഡ് ചെയ്തിട്ട് ഫോർവേഡ്ലി മൂവ് ചെയ്തിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. ബാക്കി റിംഗ് ഫിംഗറും സ്മോൾ ഫിംഗർ നമ്മൾ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെലിക്കസി ഓഫ് ടച്ച് അല്ലെങ്കിൽ ഗ്രാസ്പ് നമുക്ക് പെർമിറ്റ് ചെയ്യുന്നത്. ഹോൾഡിംഗ് എ പെൻ അതിനായിട്ട് സിമിലർ ആയിട്ടാണ് നമ്മൾ പിടിക്കേണ്ടത്. പാഡ് ഓഫ് ദ തമ്പും ഇൻഡെക്സും മിഡിൽ ഫിംഗറുമാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് കോൺടാക്ട് ചെയ്യുന്നത്. പക്ഷേ ബാക്കി 2 ഫിംഗേഴ്സ് പ്ലേസ്ഡ് ഓൺ ദ നിയർ ബൈ റെസ്റ്റ് ആയിരിക്കും. ഓക്കെ, പാം ഓഫ് ദ ഹാൻഡ് വിച്ച് ഈസ് ഫേസിങ് എവേ ഫ്രം ദ ഓപ്പറേറ്ററും ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് മോഡിഫൈഡ് പെൻ ഗ്രാസ്പ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് പെൻ ഗ്രാസ്പ് ഉണ്ട്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ, അതായത് ഇൻവേർട്ടഡ് പെൻ ഗ്രാസ്പ് ഈ താഴെ കാണിച്ചിരിക്കുന്ന പിക്ചറിലുള്ള പോലെ ഹാൻഡ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പാം എപ്പോഴും ടുവേർഡ്സ് ദ ഓപ്പറേറ്റർ ആയിരിക്കും ഫേസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പ്രിപ്പറേഷൻസ് വിച്ച് ഇസ് യൂട്ടിലൈസിങ് ലിംഗ്വൽ അപ്രോച്ച് ഓൺ ദ ആൻറ്റീരിയർ ടീത്ത്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഇൻവേർട്ടഡ് പെൻ ഗ്രാസ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം. നെക്സ്റ്റ് വൺ പാം ആൻഡ് തം ഗ്രാസ്പാണ്. ഓക്കെ, അതിൽ നമ്മൾ ഹാൻഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് പാമിൽ മൊത്തമായിട്ട് ആ ഇൻസ്ട്രുമെൻറ്റ് പ്ലേസ് ചെയ്തിട്ട് എല്ലാ ഫിംഗേഴ്സും വെച്ച് ഗ്രാസ്പ് ചെയ്യുകയാണ്
ചെയ്യുന്നത്, ലീവിങ് തമ്പ്. അങ്ങനെ തമ്പ് നമ്മൾ ഫ്രീ ആയിട്ട് വിടുന്നുണ്ട്. അതാണ് നമുക്ക് റെസ്റ്റ് പ്രൊവൈഡഡ് ബൈ ദ ടിപ്പ് ഓഫ് ദ തമ്പ്. ഓക്കെ, നമ്മൾ റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ടിപ്പ് ഓഫ് ദ ടങ് വെച്ചിട്ടാണ്, ഓർ നിയർ ടു ദ ടൂത്ത് ഓഫ് ദ സെയിം ആർച്ച് ഓർ എ ഫേം സ്റ്റേബിൾ സ്ട്രക്ചർ. അങ്ങനെയാണ് നമ്മൾ റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഈ ഹോൾഡിംഗ് ടെക്നിക്കിനാണ് പാം ആൻഡ് തമ്പ് ഗ്രാസ്പ് എന്ന് പറയുന്നത്. മേലെയുള്ള പിക്ചറിൽ അത് കാണിച്ചിരിക്കുന്നത്. മോഡിഫൈഡ് പാം ആൻഡ് തമ്പ് ഗ്രാസ്പും കൂടിയുണ്ട്. അപ്പോൾ മോഡിഫൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫീസിബിളായിട്ട് റെസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓൺ ദ ടൂത്ത് ബീങ് പ്രിപ്പയർഡ് ഓർ അഡ്ജസ്റ്റൻ ടൂത്തിലായിട്ട് നമുക്ക് റെസ്റ്റ് യൂസ് ചെയ്യാം. യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആണ്. മെയിൻലി മാക്സിലറി ഏരിയാസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ആർച്ചും ബെസ്റ്റ് അഡോപ്റ്റഡ് വെൻ ഡെൻറ്റിസ്റ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഫ്രം റെയർ ചെയർ പൊസിഷൻസ്. ഓക്കെ, അങ്ങനെയുള്ള പൊസിഷനിൽ യൂസ് ചെയ്യാൻ. ഇതാണ് ഫസ്റ്റ് പിക്ചർ. താഴെ കൊടുത്തിരുന്ന ഫസ്റ്റ് ആ ഒരു 2 പിക്ചേഴ്സാണ് ഇതിനെ പറയുന്നത്. അതായത് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുന്നത് വേറൊരു സെക്ഷനായിട്ടാണ്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഈസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മൂവ്മെൻറ്റും മോർ കൺട്രോൾഡ് ആയിട്ടുള്ള എഗെയിൻ സ്ലിപ്പേജും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ത്രസ്റ്റ് സ്ട്രോക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കിട്ടുകയും കമ്പയർഡ് ടു പാം ആൻഡ് തമ്പ് ഗ്രാസ്പ്. ഓക്കെ, റെസ്റ്റ് ഈസ് ടിപ്പ് ഓഫ് ദ തമ്പ് ഓൺ ദ ടൂത്ത് ബീയിങ് പ്രിപ്പയർഡ് ഓർ അഡ്ജസൻറ്റ് ടൂത്ത്. Okay, how instrument is braced against pad and end joint of the thumb you can see in this picture. ഈ സെക്കൻഡ് പിക്ചറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതായത് തേർഡ് ആൻഡ് ഫോർത്ത് പിക്ചറിൽ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് പാം ആൻഡ് തമ്പ് ഗ്രാസ്പ്. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മോഡിഫൈഡ് പാം ആൻഡ് തമ്പ് ഗ്രാസ്പും ഉണ്ട്, പാം ആൻഡ് തമ്പ് ഗ്രാസ്പും ഉണ്ട്. നമ്മൾ എന്ത് രീതിക്കുള്ള ഒരു പെൻ ഗ്രാസ്പ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള നമ്മൾ എന്താ പറയുക ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഗ്രാസ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ സ്റ്റെബിലൈസേഷൻ ഓഫ് ദ ഹാൻഡും ഇൻസ്ട്രുമെൻറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് യൂസ് ചെയ്യുന്നത്. മോഡിഫൈഡ് പെൻ ഗ്രാസ്പ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് പെൻ ഗ്രാസ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പ്ലേസിങ് റിംഗ് ഓർ സ്മോൾ അല്ലെങ്കിൽ റിംഗ് അല്ലെങ്കിൽ ലിറ്റിൽ ഫിംഗർ, അങ്ങനെയുള്ള ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെയിം ആർച്ച് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആർച്ചിൽ നമ്മൾ റെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ക്ലോസസ്റ്റ് ടു ദ റെസ്റ്റ് ആണെന്നുണ്ടെങ്കിലാണ് ഏറ്റവും മോർ റിലയബിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കിംഗ് നമുക്ക് കിട്ടുക. ഇൻഡയറക്റ്റ് റെസ്റ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഹാൻഡ് റെസ്റ്റ് ഓൺ ദ ഓപ്പോസിറ്റ് ഹാൻഡ് വിച്ച് റെസ്റ്റ് ഓൺ ദ സ്റ്റേബിൾ ഓറൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൈ വലം കൈ നമ്മുടെ ചെയ്യുന്ന കൈ വേറൊരു അടുത്ത കൈയുടെ മേലെ വെച്ചിട്ട് ആ കൈയാണ് നമ്മളൊരു ഓറൽ സ്ട്രക്ചറിൽ സ്റ്റേബിളായിട്ട് വെക്കുന്നത്. അതിനാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ റെസ്റ്റ് എന്ന് പറയുമ്പോൾ നോ റെസ്റ്റ് ഉള്ളതുണ്ടാവാം, 1 ഫിംഗർ റെസ്റ്റ് ആവാം, 2 ഫിംഗർ റെസ്റ്റ് ആവാം. അതല്ലാണ്ട് 2 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റെസ്റ്റും നമുക്ക് ഉണ്ട്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. അപ്പോൾ നമ്മൾ ഫിംഗർ റെസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻട്രാ ഓറൽ ഫിംഗർ റെസ്റ്റും എക്സ്ട്രാ ഓറൽ ഫൾക്രവും ആണ്. ഓക്കെ, ഇൻട്രാ ഓറലും എക്സ്ട്രാ ഓറലും അങ്ങനെ ഓർമ്മിക്കുക. ഇൻട്രാ ഓറൽ ഫിംഗർ റെസ്റ്റും എക്സ്ട്രാ ഓറൽ ഫൾക്രവും. ഇൻട്രാ ഓറൽ ഫിംഗർ റെസ്റ്റ് എന്ന് പറയുന്നത് 4 ടൈപ്പിലുണ്ട്. കൺവെൻഷണൽ ഉണ്ട്, ക്രോസ് ആർച്ച് ഉണ്ട്, ഓപ്പോസിറ്റ് ആർച്ച് ഉണ്ട്, ഫിംഗർ ഓൺ ഫിംഗർ ഉണ്ട്. ഓക്കെ, കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ ഫിംഗർ റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഓൺ ദ ടൂത്ത് സർഫേസ് ഇമ്മീഡിയറ്റ്ലി അഡ്ജസ്റ്റൻ ടു വർക്കിംഗ് ഏരിയ. ഓക്കെ, അഡ്ജസ്റ്റൻ വർക്കിംഗ് ഏരിയയിലുള്ള നമ്മൾ ഫിംഗർ റെസ്റ്റാണ് കൺവെൻഷണൽ എന്ന് പറയുക. ക്രോസ് ആർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ ദ ടൂത്ത് സർഫേസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ സെയിം ആർച്ച്. ഓക്കെ, സെയിം ആർച്ച് ആണ്, അതാണ് ക്രോസ് ആർച്ച്. ഓപ്പോസിറ്റ് ആർച്ച് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ മാക്സിലറി ചെയ്യുമ്പോൾ മാൻഡിബിളിൽ ഫിംഗർ റെസ്റ്റ് കൊടുക്കുക. ഫിംഗർ ഓൺ ഫിംഗർ എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് ഫിംഗർ തം ഫിംഗർ ഒക്കെ ഞങ്ങൾ നോൺ ഓപ്പറേറ്റിംഗ് ഹാൻഡിനെ നമ്മൾ പ്ലേസ് ചെയ്യും, അതിൻ്റെ മേലെ നമ്മൾ റെസ്റ്റ് ഹെൽപ്പ് നേടും. ഓക്കെ, അതാണ് ഫിംഗർ ഓൺ ഫിംഗർ. അപ്പോൾ 4 രീതിക്കുള്ള ഇൻട്രാ ഓറൽ ഫിംഗർ റെസ്റ്റ് ആണ്: കൺവെൻഷണൽ, ക്രോസ് ആർച്ച്, ഓപ്പോസിറ്റ് ആർച്ച്, ഫിംഗർ ഓൺ ഫിംഗർ. എക്സ്ട്രാ ഓറൽ ഫൾക്രംസ് അല്ലെങ്കിൽ എക്സ്ട്രാ ഓറൽ റെസ്റ്റ് എന്ന് പറയുന്നത് പാം അപ്പും പാം ഡൗണുമാണ്. ഓക്കെ, കോമൺലി യൂസ് ചെയ്യുന്ന 2 ടെക്നിക്സാണ് പാം അപ്പും പാം ഡൗണും. പാം അപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് റെസ്റ്റിംഗ് ദ ബാക്ക് ഓഫ് ദ മിഡിൽ ആൻഡ് റിംഗ് ഫിംഗർ ഓൺ സ്കിൻ ഓവർലൈങ് ദ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദ മാൻഡിബിൾ. ഓക്കെ, ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഫേസ്. അപ്പോൾ ഈ ഫസ്റ്റ് പിക്ചറിലും സെക്കൻഡ് പിക്ചറിലും നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഫസ്റ്റ് പിക്ചറിൽ പാം അപ്പ് കാണിച്ചിരിക്കുന്നത്, സെക്കൻഡ് പിക്ചറിൽ നമുക്ക് പാം ഡൗൺ ആണ് കാണിച്ചിരിക്കുന്നത്. പാം അപ്പ് അതായത് നമ്മൾ കൈ മേലേക്ക് ഉയർത്തിയ പോലെയും പാം ഡൗൺ എന്ന് പറയുമ്പോൾ കൈ താഴേക്ക് വെച്ച പോലെയും, അതാണ് പാം അപ്പും പാം ഡൗണും. പാം ഡൗൺ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് റെസ്റ്റിംഗ് ദ ഫ്രണ്ട് സർഫേസ് ഓഫ് ദ മിഡിൽ ആൻഡ് റിംഗ് ഫിംഗർ ഓൺ ദ സ്കിൻ. ഓക്കെ, ഓവർലൈങ് ദ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദ മാൻഡിബിൾ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഫേസ്. ഓക്കെ, അതാണ് പാം ഡൗൺ. ഇനി ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷാർപ്പനിങ് നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഡൾ കട്ടിങ് എഡ്ജസ് എപ്പോഴും മോർ പെയിനും പ്രൊലോങ്ഡ് ഓപ്പറേറ്റിംഗ് ടൈമും ലെസ് കൺട്രോളബിളും ക്വാളിറ്റിയും പ്രിസിഷൻ ഇൻ ദ ടൂത്ത് പ്രിപ്പറേഷനും ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഷാർപ്പനിങ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ചെയ്തിരിക്കണം. അത് റിക്വയർ ചെയ്യുന്ന ലെസ് ടൈമും വെരി റിവാർഡിംഗ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഓക്കെ, ഷാർപ്പനിങ് എക്യുപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനറി ഷാർപ്പനിങ് സ്റ്റോൺസ് ഉണ്ട്, മെക്കാനിക്കൽ ഷാർപ്പനേഴ്സ് ഉണ്ട്, ഹാൻഡ് പീസ് ഷാർപ്പനിങ് സ്റ്റോൺസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഷാർപ്പനിങ് ഇൻസ്ട്രുമെൻറ്റ്സും നമുക്ക് അവൈലബിൾ ആണ്.
സ്റ്റേഷനറി ഷാർപ്പനിങ് സ്റ്റോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റിക്ക് ആയിട്ടുള്ള അബ്രേസീവ് മെറ്റീരിയലാണ്. ഓക്കെ, സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഓയിൽ സ്റ്റോൺസ് അവൈലബിൾ ആണ്. ഓയിൽ സ്റ്റോൺസ് സ്റ്റേഷനറി സ്റ്റോൺസ് ആവാം. അങ്ങനെയുള്ളതിൽ ഒരു ഓയിൽ ഇസ് ഗിവൺ ആസ് എ കോട്ടിംഗ്. ഓക്കെ, അത് ഷാർപ്പനിങ് പ്രോസസ്സിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓയിൽ സ്റ്റോൺസിൽ കോഴ്സ് ഗ്രിറ്റും മീഡിയം ഗ്രിറ്റും ഫൈൻ ഗ്രിറ്റും ഒക്കെ അവൈലബിൾ ആണ്. 45 ഡിഗ്രി ആംഗിൾ ഓഫ് ദ ബെവൽ ആൻഡ് കട്ടിംഗ് എഡ്ജ് ആണ് ഷുഡ് ബി യൂസ് ടു ദ സ്റ്റോൺ. അങ്ങനെയുള്ള ആംഗുലേഷനാണ് നമുക്ക് സ്റ്റോണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. കോഴ്സ് ആൻഡ് മീഡിയം ഗ്രിറ്റ് സ്റ്റോൺസ് എന്ന് പറയുമ്പം ഇനീഷ്യൽ റീഷേപ്പനിങ് ഓഫ് ബാഡ്ലി ഡാമേജ്ഡ് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഷാർപ്പനിങ് ഓഫ് ദ അതർ ഡെൻറ്റൽ എക്യുപ്മെൻറ്റ്സ് സച്ച് ആസ് ബെഞ്ച് നൈഫ്സ് ഇങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനീഷ്യൽ റീഷേപ്പനിങ് ഒക്കെ വേണ്ടിയിട്ടാണ് മീഡിയം അല്ലെങ്കിൽ കോഴ്സ് ആയിട്ടുള്ള ഗ്രിറ്റ് യൂസ് ചെയ്യുക. കോഴ്സ് ആർ യൂസ്ഡ് ആസ് ലിറ്റിൽ ആസ് നീഡഡ് ഫോർ റീഷേപ്പിംഗ്. ഓക്കെ, അങ്ങനെ ഫൈനൽ ഷാർപ്പനിങ് ഡൺ വിത്ത് ഫൈൻ സ്റ്റോൺ ആയിരിക്കും. ഓക്കെ, ഫൈൻ ഗ്രിറ്റ് സ്റ്റോൺസിനെ കൊണ്ടാണ് ഫൈനൽ ആയിട്ടുള്ള ഷാർപ്പനിങ് ചെയ്യുക. ഷാർപ്പനിങ് ഡെൻറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് ടു ബി യൂസ്ഡ് ഫോർ ടൂത്ത് പ്രിപ്പറേഷൻ, അതായത് ഫൈനൽ ചെയ്യുന്നത് ഫൈൻ ഗ്രിറ്റ് വെച്ചിട്ടായിരിക്കും. സ്റ്റേഷനറി സ്റ്റോൺസിൽ ഫ്ലാറ്റ് ഷാർപ്പനിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് വിത്ത് സ്ട്രെയിറ്റ് കട്ടിംഗ് എഡ്ജസ്. അതുപോലെ തന്നെ ഗ്രൂവ്ഡ് ആയിട്ടുള്ളതുണ്ട്, സിലിണ്ട്രിക് ആയിട്ടുള്ളത്, അതായത് കോൺകേവ് എഡ്ജസ് ഉള്ളത്. അതുകൂടാതെ ടേപ്പേർഡ് ആയിട്ടുള്ളതും അവൈലബിൾ ആണ്. അതാണ് നമുക്ക് യൂസിങ് എ പോർഷൻ ഓഫ് ദ സ്റ്റോൺ വിത്ത് കർവേച്ചർ മെഷീനിങ് ദാറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഷാർപ്പനിങ് സ്റ്റോൺസ് നമുക്ക് നാച്ചുറലായിട്ടും സിന്തറ്റിക് ആയിട്ടും അവൈലബിൾ ആണ്. പറയുമ്പോൾ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അർക്കൻസാസ് സ്റ്റോൺ ആണ്. ഓക്കെ, അർക്കൻസാസ് സ്റ്റോൺ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള മൈക്രോ ക്രിസ്റ്റലൈൻ ക്വാർട്സ് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണിത്. സെമി ട്രാൻസ്ലൂസെൻ്റ് ആണ്, വൈറ്റ് ആണ്, അല്ലെങ്കിൽ ഗ്രേ കളറും അവൈലബിൾ ആണ്. ഹാർഡ് ഇനഫ് ആയിട്ട് ഷാർപ്പൻ ചെയ്യാൻ, അതായത് സ്റ്റീലിനെ ഷാർപ്പൻ ചെയ്യാന്ന് പറയുമ്പോൾ അത്രയും ഹാർഡ് ഇനഫ് ആയിരിക്കണമല്ലോ. പക്ഷേ കാർബൈഡ് ഇൻസ്ട്രുമെൻറ്റ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഷാർപ്പൻ ചെയ്യാൻ പറ്റില്ല. ഹാർഡ് ആൻഡ് സോഫ്റ്റ് വെറൈറ്റീസിലും അവൈലബിൾ ആണ്. ലൂബ്രിക്കേറ്റ് ചെയ്തിരിക്കണം വിത്ത് ലൈറ്റ് മെഷീൻ ഓയിൽ ബിഫോർ യൂസ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. അതുപോലെ തന്നെ കവേർഡ് ഇൻ തിൻ ഫിലിം ഓഫ് ഓയിൽ വെൻ സ്റ്റോർഡ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അർക്കൻസാസ് സ്റ്റോൺ യൂസ് ചെയ്യുന്നത്. അടുത്ത മെറ്റീരിയലാണ് സിലിക്കോൺ കാർബൈഡ് അല്ലെങ്കിൽ SiC എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ അബ്രേസീവ് ആയിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. വീൽസ്, സാൻഡ് പേപ്പേഴ്സ്, ഗ്രൈൻഡിങ് വീൽസ് ഒക്കെ ആയിട്ടാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും നമുക്ക് ഹാർഡ് ഇനഫ് ആയിട്ട്, അതായത് ഒരു സ്റ്റീലിനെ കട്ട് ചെയ്യാൻ മാത്രം ഹാർഡ് ഇനഫ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പക്ഷേ അത് ഷാർപ്പൻ ചെയ്യാൻ അത്രയും ഹാർഡ് ഇനഫ് അല്ല. കാർബൈഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അവൈലബിൾ ആസ് കോഴ്സ് അല്ലെങ്കിൽ മീഡിയം. മോഡറേറ്റ്ലി പോറസ് ആണ് അതുകൊണ്ട് തന്നെ ലൂബ്രിക്കേഷനും വിത്ത് സ്ലൈറ്റ് ഓയിൽ. ഓക്കെ, ലൈറ്റ് ഓയിൽ വെച്ച് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ് ടു പ്രിവെൻറ്റ് ദ ക്ലോഗിങ്. തേർഡ് മെറ്റീരിയലാണ് അലൂമിനിയം ഓക്സൈഡ്. അലൂമിനിയം ഓക്സൈഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. അത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലും ഇൻക്രീസിംഗ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും. കോഴ്സും മീഡിയം ആയിട്ട് അവൈലബിൾ ആണ്. സ്പെക്കിൾഡ് ടാൻ ബ്രോമൈഡ് കളറിലും അവൈലബിൾ ആണ്. ഫൈൻ ആയിട്ടുള്ളത് ലെസ് പോറസും വൈറ്റും ആണ്, അത് ലെസ് ലൂബ്രിക്കേഷനുമാണ് അതിനാവശ്യമായിട്ടുള്ളത്. ലാസ്റ്റ് മെറ്റീരിയലാണ് ഡയമണ്ട്. ഡയമണ്ട് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള അബ്രേസീവ് ആണ്, മോസ്റ്റ് എഫക്റ്റീവ് ആണ്, അതായത് കേപ്പബിൾ ഓഫ് ഷാർപ്പനിങ് അല്ലെങ്കിൽ കാർബൈഡ് ആൻഡ് സ്റ്റീൽ ഇൻസ്ട്രുമെൻറ്റ്. എന്ത് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതിനെ ഷാർപ്പനിങ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഏറ്റവും ഹാർഡസ്റ്റ് അബ്രേസീവ് ആണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. മെയിനായിട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ, അതായത് ഓരോന്നിനുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുലയും അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സും അങ്ങനെയുള്ള എന്താ പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മളിത് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.